ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ അരങ്ങേറിയ ഭീകരാക്രമണത്തിന്റെ പങ്ക് നിഷേധിച്ച പാകിസ്ഥാൻ. കാശ്മീരിലെ അശാന്തിക്ക് പാകിസ്ഥാനല്ല ഉത്തരവാദിയെന്നും ഇന്ത്യ യാതൊരു തെളിവുമില്ലാതെ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയാണെന്നും പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. എന്നാൽ ആക്രമണത്തിന് ഒരുങ്ങിയാൽ പാകിസ്ഥാൻ ഉറപ്പായും തിരിച്ചടിക്കുമെന്നും ഇമ്രാൻഖാൻ വ്യക്തമാക്കി. അതേസമയം ഭീകരാക്രമണം കൊണ്ട് പാകിസ്ഥാന് എന്തു ഗുണമാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുള്ള ആരും അക്രമം പടത്തരുതെന്നുള്ളത് പാക് സർക്കാരിന്റെ താല്പര്യമാണ്. വിശ്വസനീയമായ തെളിവ് കൈമാറിയാൽ പാകിസ്ഥാൻ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. പാകിസ്ഥാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കില്ലെന്നാണ് ഇന്ത്യൻ സർക്കാർ കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. അടിച്ചാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് ഇമ്രാൻഖാൻ പറഞ്ഞു. മനുഷ്യരാണ് യുദ്ധം തുടങ്ങി വെക്കുകയെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷെ അതെവിടേക്കൊക്കെ പോകുമെന്ന് ദൈവത്തിനെ അറിയൂ. ഇന്ത്യ വിവേകത്തോടെ പെരുമാറണം. ജൂറിയും ജഡ്ജിയും സ്വയമാകാൻ ഇന്ത്യ ശ്രമിക്കരുതെന്നും കാശ്മീർ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നും ഇമ്രാൻഖാൻ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനും ഭീകരവാദത്തിന്റെ ഇരയാണ്. പുൽവാമ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കെന്തെന്ന് ഇന്ത്യ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ ഇത് തിരഞ്ഞെടുപ്പ് കാലമാണെന്നറിയാം. ഭീകരവാദത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. കാശ്മീരികൾ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടെന്ന് ഇന്ത്യയും പുനർവിചിന്തനം നടത്തണമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. അതേസമയം കാശ്മീർ താഴ്വരയിലെ ഭീകരർക്ക് അന്ത്യശാസനം നൽകി ഇന്ത്യൻ സൈന്യവും രംഗത്തെത്തിയിരിക്കുകയാണ്. പുൽവാമ സ്ഫോടനം നടന്ന 100 മണിക്കൂറിനുള്ളിൽ കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദ് നേതൃത്വത്തിനെ ഉന്മൂലനം ചെയ്തുവെന്നും സൈന്യം ശ്രീനഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക, ഇത് അവസാന മുന്നറിയിപ്പാണ്. ഇനി മാപ്പില്ലെന്നും തോക്കെടുക്കുന്നവരെ ഇല്ലാതാക്കുമെന്നും കമാൻഡർ കൻവാൾജീത് സിംഗ് ധില്ലൻ വ്യക്തമാക്കി. ജമ്മു കാശ്മീർ പോലീസിന്റെയും CRPFന്റെയും സൈന്യത്തിന്റെയും മേധാവികൾ സംയുക്തമായി ശ്രീനഗറിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ജമ്മു കാശ്മീരിൽ വലിയ ഓപ്പറേഷന് കരസേന തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. താഴ്വരയിൽ ഭീകര ക്യാമ്പുകളിലേക്ക് പോകുന്ന എല്ലാവരെയും ഇല്ലാതാക്കാനുള്ള ഓപ്പറേഷന് സജ്ജരാവുകയാണ് കരസേന. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിന് തിരിച്ചടിക്കാൻ സർവ്വ സ്വാതന്ത്ര്യം നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശക്തമായി തിരിച്ചടിക്കാൻ സൈന്യം ഒരുങ്ങുന്നത്. പാകിസ്ഥാന്റെയും ISIയുടെയും സഹായത്തോടെയാണ് പുൽവാമ ആക്രമണം ആസൂത്രണം നടന്നതെന്ന് സൈന്യം ആവർത്തിച്ചു. ഇതിന് ഇന്ത്യയുടെ പക്കൽ തെളിവുണ്ടെന്നും സൈന്യം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാരാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. CRPF വാഹന വ്യൂഹത്തിന് നേരെ 250 കിലോഗ്രാമിലേറെ സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ചാവ് ജവാന്മാരുടെ വാഹന വ്യൂഹത്തിന് നേരെ വാഹനം ഇടിച്ചു കയറ്റുകയായിരുന്നു. ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.